ഭക്തനിൽ വൈരാഗ്യം, അതായത് അഷ്ടരാഗങ്ങളായ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംബ്, അഹങ്കാരത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഊർജം അല്ലെങ്കിൽ ആവേശം സന്നിധമാകുമ്പോഴാണ് ശിഷ്യഭാവത്തിലേക്ക് പരിണാമം സംഭവിക്കുന്നത്. അപ്പോഴാണ് മോക്ഷമാർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുന്നത്. ശിഷ്യൻ ഒരിക്കൽ തൻ്റെ ഗുരുവിനോട് എത്രയും പെട്ടെന്ന് മോക്ഷം വേണമെന്ന് അപേക്ഷിച്ചു. തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് മോക്ഷം ലഭിക്കുമെന്ന് ഗുരു പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ സാധ്യമാകും ഗുരു എന്ന് ചോദിച്ചു. രാവണൻ്റെ 10 തലയെക്കുറിച്ച് അറിയാമോ? ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ രാമൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി മാത്രം നിലകൊള്ളും. രാവണന് എബിലിറ്റി ആണെങ്കിൽ രാമന് സ്റ്റെബിലിറ്റിയാണുള്ളത്. ഈ കാലഘട്ടത്തിൽ മനസ്സ് അടങ്ങാതെ സ്ഥിരതയുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ മൊബൈൽ വഴി പല കാര്യങ്ങളിലും ചെന്നെത്തി അവരുടെ ഊർജവും സമയവും പാഴാക്കി രാവണൻ്റേതായ ന്യായവും പറഞ്ഞ് ജീവിതം പാഴാക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഒരു പോയിന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്റെ കർമ്മബന്ധങ്ങൾ തീർത്ത് പതുക്കെ പതുക്കെ ഒരിക്കൽ മൊബൈൽ ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ ചെന്നെത്താം. അപ്പോഴും ശിഷ്യന് ഒരു സംശയം ബാക്കി. ഗുരു എപ്പോഴും മൊബൈലിൽ സജീവമാണല്ലോ. ഗുരു പറഞ്ഞു, കാലത്തിനനുസരിച്ച് കോലവും മാറണ്ടേ? ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അറിവുകൾ പങ്കുവയ്ക്കുന്നത്. യാഥാർത്ഥ്യവുമായി ഇതിനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒരു മൗനത്തിൽ